ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 115ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചോറും കറിയും ഒന്നും വെച്ചിട്ടില്ല. ഈ ചൂട് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലഞ്ച് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഫിഷ് മൂളിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് ഞങ്ങൾ ലഞ്ചിന് കഴിച്ചത്. നല്ലൊരു കോമ്പിനേഷനാണ്, ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ, ലൈറ്റ് ആണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബോളിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് ചതച്ചതും നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. ആ പേസ്റ്റിലേക്ക് നമ്മൾ ഏത് മീനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഫ്ലഷ് ഉള്ള മീനും നമുക്ക് ഉപയോഗിക്കാം, നല്ല ദശയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. മീന് ഞാൻ ഇവിടെ പോംഫ്രെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിൽ നന്നായിട്ട് പെരട്ടിയിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് പിടിക്കുന്ന പോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10 മുതൽ 30 മിനിറ്റ് വരെ ഇത് സൈഡിലേക്ക് നീക്കി വെക്കാം. പിന്നെ പാന് മീഡിയം ഹൈയിൽ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ മീന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മീൻ ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്രിസ്പ് ആവണ വരെ ഒന്നും ഫ്രൈ ചെയ്യണ്ട. ഒരു 1-2 മിനിറ്റ് രണ്ട് സൈഡിലോട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉടയ്ക്കാണ്ട് മെല്ലെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ മീന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാനിലേക്ക് നമുക്ക് മീനിൻ്റെ ബാക്കി വന്ന വെളിച്ചെണ്ണ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ ഒന്നും ആവാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് ആ പച്ചമണം ഒന്ന് പോവാനേ പാടുള്ളൂ. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനേ പാടും. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ്. നല്ല നേരിയതായിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സവാളയെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ കളറൊന്നും മാറാൻ പാടില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് പിങ്ക് നിറം വരുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഈ സവാള ബ്രൗൺ ആയാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിഷ് മുള്ളിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഇത് ഒന്ന് ലൈറ്റായിട്ട് സോട്ടേ ചെയ്യാനേ പാടുള്ളൂ. അപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ട് ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മീനിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പൊടി ചേർക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും പിന്നെ ഉപയോഗിക്കേണ്ടത് പെരുംജീരകത്തിൻ്റെ പൗഡറുമാണ്. അത് രണ്ടും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകും പെരുംജീരകപ്പൊടിയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചെറിയൊരു തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് തിളച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീന് ചേർത്ത് കൊടുക്കുക. അപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീനൊന്ന് വെന്ത് വരുന്ന വരെ നന്നായിട്ട്. അപ്പോൾ അധികം
നമ്മൾ ഇളക്കണ്ട, ഇങ്ങനെ ഒന്ന് ചേറ്റി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ മീൻ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 പാൽ ഒഴിച്ചു കൊടുക്കുക അതിന്റെ മുകളിൽ കൂടി. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കൂടി നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. അപ്പൊ ഈ തക്കാളിയും ചേർത്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് അടച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ തുറന്നാൽ മതി. അപ്പോഴേക്കും ഈ തക്കാളിയുടെ രസമൊക്കെ അതിൻ്റെ അകത്തേക്ക് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തക്കാളി ചേർത്തിട്ടുണ്ട്, കരിവേപ്പില അതിൻ്റെ മുകളിൽ കൂടി ഇട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ നേരത്തെ എടുക്കാം. അപ്പം ഞാനിത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിച്ചത്. നമുക്കിത് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഈസ്റ്ററിനൊക്കെ വേണമെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.